വിജയത്തിന് ഒരു ഒറ്റമൂലിയുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. മിഷൻ VFA-LDCയുടെ 12ാമത്തെ ദിവസമാണ്. ഇന്നത്തെ മെയിൻ ടോപ്പിക്ക് ചൈനീസ് റവല്യൂഷനും പത്മ അവാർഡ്സുമാണ്. നോക്കാം. GKയിൽ നമ്മൾ ചൈനീസ് റവല്യൂഷനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ഉണ്ട്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് ചൈനീസ് റവല്യൂഷനിലേക്ക് കിടക്കാം. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡമാണ്. അത് ലാറ്റിൻ അമേരിക്ക എന്നാണ് അറിയപ്പെടുന്നത്. സ്പെയിൻ, ഹോളണ്ട്, പോർച്ചുഗൽ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിയായിരുന്നു ഇത്. ഈ കോളനിയിലെ പൊതുവായിട്ടുള്ള സംസാര ഭാഷ ലാറ്റിൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ലാറ്റിൻ അമേരിക്ക എന്ന് പേര് വന്നത്. ഇനി അമേരിക്കൻ ഫ്രഞ്ച് വിപ്ലവങ്ങളിൽ നിന്ന് ഊർജം കൊണ്ടിട്ട് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ലാറ്റിൻ അമേരിക്കൻ വിമോചന സമരങ്ങളുടെ ആരംഭം. ഈ കോളനിയിൽ നടപ്പിലാക്കിയിരുന്ന സാമ്രാജ്യത്വ ചൂഷണങ്ങൾക്കെതിരെയാണ് ഈ വിമോചന സമരങ്ങൾ തുടങ്ങുന്നത്. അതിൽ ലാറ്റിൻ അമേരിക്കൻ വിമോചന സമരങ്ങളുമായി ബന്ധപ്പെട്ട വിപ്ലവ നേതാക്കൾ സൈമൺ ബൊളിവർ, സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട. ഈ 3 പേരാണ് പ്രധാനമായിട്ടുള്ളത്. സൈമൺ ബൊളിവർ, സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട. അതിൽ ജോർജ് വാഷിങ്ടൺ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവ നേതാവല്ല, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാവാണ്. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ്കോ മിറാണ്ടയാണ്. അതായത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഫ്രാൻസിസ്കോ മിറാണ്ടയിലൂടെയാണ്. സൈമൺ ബൊളിവർ, സാൻ മാർട്ടിൻ ഇവരൊക്കെ വിമോചന നേതാക്കളിലൂടെയാണ് അത് പൂർത്തിയായത്. എങ്കിലും തുടങ്ങി വെച്ചത് സാൻ ഫ്രാൻസിസ്കോ മിറാണ്ടയാണ്. മിറാണ്ട കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ. അടുത്ത ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കം വെനിസുലയിലായിരുന്നു. പറഞ്ഞു. സ്പെയിനിൻ്റെ അധീനതയിലായിരുന്നു വെനിസുല എന്ന രാജ്യം. 1806 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ഫ്രാൻസിസ്കോ മിറാണ്ടയായിരുന്നു നമ്മൾ പറഞ്ഞു. 1806 തുടക്കം കുറിച്ചത്. ഈ മിറാണ്ട തുടങ്ങി വെച്ച വിപ്ലവ ദൗത്യം പൂർത്തിയാക്കുന്നത് വെനിസുലയിലെ കാരക്കാസിൽ ജനിച്ച സൈമൺ ബൊളിവർ ആണ്. വെനിസുലയിൽ ജനിച്ച ആളാണ് സൈമൺ ബൊളിവർ. അപ്പം തുടങ്ങുന്നത് ഫ്രാൻസിസ്കോ മിറാണ്ട, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് സൈമൺ ബൊളിവർ. വെനിസുല, കൊളംബിയ എന്നീ രാജ്യങ്ങളെ സ്വന്തമാക്കിയതിനു ശേഷം സ്പെയിനിൻ്റെ അധീനതയിലുള്ള ഉത്തര ലാറ്റിൻ അമേരിക്കയിലെ കോളനികളുടെ വിമോചനത്തിനായി സൈമൺ ബൊളിവർ നിലകൊണ്ടു. ലാറ്റിൻ അമേരിക്കേൻ്റെ തന്നെ നോർത്ത് ഭാഗങ്ങളിലാണ് ഈ സൈമൺ ബൊളിവർ കൂടുതലായിട്ടും അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും വെനിസുലയിലാണ് തുടങ്ങിയത്. വെനിസുലയും പിന്നീട് കൊളംബിയ, ഈ 2 രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് പിന്നെ നോർത്തിലേക്ക് പോയി. ഇനി ലാറ്റിൻ അമേരിക്കയുടെ ലിബറേറ്റർ അഥവാ വിമോചകൻ. ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ ആണ്. കാരണം വെനിസുലയുടെ മാത്രമല്ല, അല്ലെങ്കിൽ കൊളംബിയയുടെ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് സൈമൺ ബൊളിവർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലാറ്റിൻ അമേരിക്കയുടെ ലിബറേറ്റർ അഥവാ വിമോചകൻ എന്ന് പറയുന്നത്. ഈ വെനിസുലയുടെ ലിബറേറ്റർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയുടെ ലിബറേറ്ററും ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നും അറിയപ്പെടുന്നതും സൈമൺ ബൊളിവർ തന്നെയാണ്. ഇനി ലാറ്റിൻ അമേരിക്കയിലെ വാഷിങ്ടൺ എന്നറിയപ്പെടുന്നതും ഈ സൈമൺ ബൊളിവർ തന്നെയാണ്. അതായത് ദക്ഷിണ അമേരിക്കയിലെ വാഷിങ്ടൺ, ജോർജ് വാഷിങ്ടനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അമേരിക്കയുടെ വാഷിങ്ടൺ ആണ് ജോർജ് വാഷിങ്ടൺ. ലാറ്റിൻ അമേരിക്കയുടെ വാഷിങ്ടൺ ആണ് സൈമൺ ബൊളിവർ. അതുപോലെ തന്നെ അമേരിക്കയുടെ ലിബറേറ്റർ അല്ലെങ്കിൽ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ്. ഇത് ലാറ്റിൻ അമേരിക്കയുടെയാണ്. ഇനി ലാറ്റിൻ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് കോളനി വിരുദ്ധ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് സാൻ മാർട്ടിൻ. അതായത് ലാറ്റിൻ അമേരിക്കയുടെ നോർത്ത് ഭാഗത്ത് സൈമൺ ബൊളിവറും തെക്ക് ഭാഗത്ത് സൗത്ത് ഭാഗത്ത് സാൻ മാർട്ടിൻ, നോർത്ത് സൈമൺ ബൊളിവർ. ഇനി തുടക്കം കുറിച്ചതോ ഫ്രാൻസിസ്കോ മിറാണ്ട. അപ്പം 3 പേരുടെയും പേരായി. ഇത്രയാണ് മെയിനായിട്ടുള്ളൂ. ഇനി അർജന്റീന, ചിലി എന്നീ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ഭരണത്തിൽ നിന്ന് വിമോചിപ്പിച്ചത് സാൻ മാർട്ടിനാണ്. അർജന്റീന, ചിലി അവിടെ കോളനി അത് ആരുടെ കോളനിയായിരുന്നു? സ്പെയിനിൻ്റെ കോളനിയായിരുന്നു. അതിനെ വിമോചിപ്പിച്ചത് ഈ സാൻ മാർട്ടിനാണ്. ഇനി ലാറ്റിൻ അമേരിക്കയുടെ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ആൻഡീസ് സൈന്യം എന്ന പ്രത്യേക സൈന്യത്തെ രൂപീകരിച്ചതും സാൻ മാർട്ടിനാണ്. സാൻ മാർട്ടിൻ തന്നെയാണ് ആൻഡീസ് സൈന്യം രൂപീകരിച്ചത്. ഇനി മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി രക്തച്ചൊരിച്ചിലില്ലാതെ സ്വതന്ത്രമായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ബ്രസീൽ. ബ്രസീൽ പോർച്ചുഗലിൻ്റെ കോളനിയായിരുന്നു. അവിടുന്ന് വിമോചിച്ചത് രക്തച്ചൊരിച്ചിലില്ലാതെയാണ്.
അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ യൂറോപ്യൻ സാമ്രാജ്യത്വ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് പിന്നീട് വന്നൊരു പദ്ധതിയാണ് മൺട്രോ പദ്ധതി എന്ന് പറയുന്നത്. ഇത് USA ആണ് ആവിഷ്കരിച്ചത്. അതായത് വിപ്ലവ ഫലമായി സ്വാതന്ത്ര്യമാക്കപ്പെട്ട ലാറ്റിൻ അമേരിക്കൻ രാജ്യം അവിടെ വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നുകയറ്റവും ഭീഷണിയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് USA ലക്ഷ്യം വെച്ചത്. അതിന് വന്ന പദ്ധതിയാണ് മൺട്രോ പദ്ധതി എന്ന് പറയുന്നത്. ഇത്രയാണ് ലാറ്റിൻ അമേരിക്കയിൽ പഠിക്കാനുള്ളൂ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനിൽ പഠിക്കാനുള്ളൂ. ചൈനീസ് റവല്യൂഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ലാറ്റിൻ അമേരിക്കയിൽ ക്രിയോളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 19-ാം നൂറ്റാണ്ടിലെ മറ്റു വിപ്ലവങ്ങളെ പോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം മധ്യവർഗത്തിൻ്റെ സൃഷ്ടി തന്നെയായിരുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന വെള്ളക്കാരായ ക്രിയോളുകളായിരുന്നു ഈ മധ്യവർഗത്തിലെ പ്രബല വിഭാഗവും. അപ്പോൾ അവിടുത്തെ ഒരു വിഭാഗത്തിൻ്റെ പേരാണ് ക്രിയോളുകൾ. ഇനി ചൈനീസ് റവല്യൂഷനിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ അറിയേണ്ടത് ചൈന ഒരു രാജ്യത്തിൻ്റെയും കോളനി ആയിരുന്നില്ല. അതുപോലെ തന്നെ ചൈനയിൽ 2 വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് 1911 റിപ്പബ്ലിക്കൻ വിപ്ലവം, രണ്ടാമത് 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. ഒന്ന് 1911 നടക്കുന്നത് റിപ്പബ്ലിക്കൻ വിപ്ലവമാണ്. അതുപോലെ 1949 നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവവുമാണ്. ഇനി ചൈനീസ് സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിസ്ഥാന വൈരുദ്ധ്യങ്ങളാണ് ചൈനയിലെ വിപ്ലവങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു ഭാഗത്ത് സാമ്രാജ്യത്വം ഗവൺമെൻറ് തമ്മിലും മറ്റേ ഭാഗത്ത് ഫ്യൂഡലിസവും ഭൂരിഭാഗ വിഭാഗമായിട്ടുള്ള ജനങ്ങളും തമ്മിലായിരുന്നു ഈ വൈരുദ്ധ്യങ്ങൾ നിലനിന്നിരുന്നത്. ഇതിൻ്റെ കാരണമായിട്ടാണ് ഈ 2 വിപ്ലവങ്ങളും വരുന്നത്. അത് നമുക്ക് വഴിയെ നോക്കാം. മഞ്ചു രാജവംശം ചൈന ഭരിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടന് ചൈനയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മാത്രമായിരുന്നു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത്. പിന്നീട് ബാക്കി രാജ്യങ്ങളൊക്കെ വരുന്നു. ഇനി ചൈനയിൽ നിന്ന് ചരക്ക് കൊണ്ടുപോകാൻ മാത്രമായിരുന്നു അവർക്ക് അനുവാദം ഉണ്ടായിരുന്നത്. പക്ഷേ അമിത ലാഭത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? ചരക്ക് കയറ്റാൻ എത്തുന്ന ബ്രിട്ടീഷ് കപ്പലുകളിൽ കറുപ്പ് എന്ന ലഹരി വസ്തു അവർ ചൈനയിലേക്ക് കടത്തി. ഇത് ചൈനയിലെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. എന്നിട്ട് അവരത് നശിപ്പിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയും ബ്രിട്ടനും തമ്മിൽ ഭയങ്കര സംഘർഷമുണ്ടായി. ഇതിനെയാണ് കറുപ്പ് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. കറുപ്പ് യുദ്ധം അഥവാ ഒപ്പിയം വാർ നടന്നത് ചൈനയും ബ്രിട്ടനും തമ്മിലാണ്. ഈ ചൈനയിൽ വിദേശ ആധിപത്യം ഉണ്ടാവാനും കാരണമാകുന്ന യുദ്ധവും കറുപ്പ് യുദ്ധം തന്നെയാണ്. അതായത് വളരെ നിയന്ത്രിതമായ കച്ചവടത്തിനുള്ള അനുമതിയാണ് ചൈന ബ്രിട്ടന് അനുവദിച്ചിരുന്നത്. പക്ഷേ കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടനാണ് ജയിക്കുന്നത്. അതോടുകൂടി കച്ചവടത്തിനായി കൂടുതൽ സൗകര്യങ്ങൾ ബ്രിട്ടന് വേണമെന്ന് പറഞ്ഞ് അവർ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചൈനീസ് ഭരണകൂടം അതിന് നിർബന്ധിതമാകുന്നു. ഇത് ചൈനയിൽ കൂടുതൽ വിദേശ സാന്നിധ്യത്തിന് കാരണമായി. പിന്നീട് വിദേശികൾ ഓരോരോ വിദേശ രാജ്യങ്ങളും കോളനികളാക്കാൻ വരുന്നു. കോളനികളല്ല, കച്ചവടത്തിനായിട്ട് വരുന്നു. അടുത്തത് കറുപ്പ് യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടന് ചൈനയിൽ നിന്ന് ലഭിച്ച പ്രദേശമാണ് ഹോങ്കോങ്. അതായത് കറുപ്പ് യുദ്ധം നടക്കുന്നു ബ്രിട്ടനും ചൈനയും തമ്മിൽ. എന്നിട്ട് ചൈന വിട്ടുകൊടുത്ത സ്ഥലമാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. ഇനി ചൈനയിലെ വിദേശ മേൽക്കോയ്മയ്ക്കെതിരെ ചൈനീസ് ഗ്രാമീണരുടെ നേതൃത്വത്തിൽ 1900 നടന്ന കലാപമാണ് ഈ ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. ബോക്സർ കലാപം 1900 നടക്കുന്നത്. ഇത് ചൈനയിലെ തന്നെ വിദേശ മേൽക്കോയ്മയ്ക്ക് എതിരെയാണ്. അതായത് കറുപ്പ് യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് ചൈനയിൽ കൂടുതൽ വിദേശ സാന്നിധ്യവും മിഷണറി പ്രവർത്തനമൊക്കെ വരുന്നു. ഇത് കർഷകരും ഗ്രാമീണരുമായ ചൈനക്കാരിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ചൈനയിൽ വിദേശികൾക്കും വിദേശ വസ്തുക്കൾക്കും എതിരെ സംഘടിതമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇത് ചൈനീസ് ഭരണകൂടവും കലാപത്തിന് മൗന അനുവാദം നൽകുന്നു. ഈ കലാപമാണ് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. അടുത്തത് ഈ ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങൾ ചൈനീസ് വ്യാപാരത്തിലേക്ക് വരുന്നുണ്ട്. ആദ്യം വന്നത് ബ്രിട്ടനാണ് വ്യാപാരത്തിൽ വന്നത്. അതിനുശേഷം കറുപ്പ് യുദ്ധത്തിന് ശേഷം വരുന്ന ഒരു നിയമത്തിലൂടെ കൂടുതൽ രാജ്യങ്ങളും വരുന്നു കച്ചവടത്തിന്. അങ്ങനെ ബ്രിട്ടൻ കഴിഞ്ഞ് ഫ്രാൻസ്, പോർച്ചുഗൽ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്ക ഈ ചൈനീസ് കമ്പോളത്തിലേക്ക് വരുന്നത്. അതിൻ്റെ കുറവ് പരിഹരിക്കുന്നതിനായി അമേരിക്ക ഒരു നിയമം വെക്കുന്നു. അതാണ് ആവിഷ്കരിച്ച ഒരു നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. പിന്നെ ഈ ചൈനീസ് വിപ്ലവങ്ങളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് സൺ യാത്സൻ ആണ്. അതായത് ചൈനയിലെ വിദേശ സാന്നിധ്യവും ഗുണവും ദോഷവും സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചൈനയിലെ ഉള്ള സൺ യാത്സന് വിദേശത്ത് പുരോഗമന ആശയങ്ങൾ നേടുന്നു, വിദ്യാഭ്യാസം നേടുകയാണ്, പാശ്ചാത്യ വിദ്യാഭ്യാസമൊക്കെ നേടുന്നതും. അങ്ങനെ വിദേശ വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ് സൺ യാത്സൻ. മഞ്ചു രാജാക്കന്മാരുടെ അപ്രാപ്തവും അഴിമതി നിറഞ്ഞതുമായ ഭരണത്തിനെതിരെ യുവാക്കളെ സംഘടിപ്പിച്ചത് സൺ യാത്സൻ ആണ്. അന്ന് യുവാക്കളെ സംഘടിപ്പിച്ച്
സംഘടിപ്പിച്ച ഒരു ഗ്രൂപ്പ് ആക്കുന്നു. എന്തിനെതിരെയാണ്? മഞ്ജു രാജാക്കന്മാർക്കെതിരെയാണ്. അങ്ങനെ ചൈനയിലെ മഞ്ജു രാജവംശത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നു 1911. 1911 ഒരു കലാപം നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് സൺ യാറ്റ്സനാണ്. 1911 ഈ ചൈനീസ് വിപ്ലവത്തെ തുടർന്നാണ് മഞ്ജു രാജവംശത്തിന്റെ ഭരണം അവസാനിക്കുന്നു. അങ്ങനെ ചൈന റിപ്പബ്ലിക് ആവുന്നു. ചൈന 1911 റിപ്പബ്ലിക് ആവാൻ കാരണം സൺ യാറ്റ്സന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവമാണ്, ചൈനീസ് വിപ്ലവം. അതാണ് 1911 നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. 1911 ചൈനയിലെ റിപ്പബ്ലിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നു, ഒരു വിപ്ലവം എന്ന് പറഞ്ഞു. ഇനി ഈ സൺ യാറ്റ്സൻ 1911 വിപ്ലവത്തെ തുടർന്ന് താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആവുന്നു. പക്ഷേ കുറേ കാലമൊന്നും അദ്ദേഹം നിന്നില്ല. അദ്ദേഹം ആ സ്ഥാനം ഉപേക്ഷിക്കുന്നു. അതിനുശേഷം പ്രസിഡന്റ് ആവുന്ന യുവാൻ ഷിക്കായ് എന്ന് പറയുന്ന ആളാണ്. ഈ യുവാൻ ഷിക്കായ് എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തിന് ശേഷം വരികയും, എന്നാൽ ഈ സൺ യാറ്റ്സന് ശേഷം പ്രസിഡന്റായ ഇദ്ദേഹം മരിക്കുന്നു. അതായത് യുവാൻ ഷിക്കായി മരിച്ചതിന് ശേഷം പിന്നീട് സൺ യാറ്റ്സൻ തന്നെ വീണ്ടും പ്രസിഡന്റായി വരുന്നു. ഇപ്പോഴാണ് ചൈനയിലെ പുരോഗമനപരമായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന പ്രഭുക്കന്മാരെ അമർച്ച ചെയ്യാൻ വേണ്ടി സൺ യാറ്റ്സൻ റഷ്യയുടെ സഹായം തേടുന്നത്. അങ്ങനെ റഷ്യ സൺ യാറ്റ്സനെ സഹായിക്കുന്നു. സൺ യാറ്റ്സൻ ആദ്യം പ്രസിഡന്റായി. എന്തിന്റെ പ്രസിഡന്റ്? ചൈനീസ് വിപ്ലവത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആവുന്നു. അതിനുശേഷം യുവാൻ ഷിക്കായി വരുന്നു. യുവാൻ ഷിക്കായുടെ മരണത്തിന് ശേഷം വീണ്ടും സൺ യാറ്റ്സൻ വരുന്നു. ഇനി ഈ ചൈനയിൽ നിൽക്കുന്ന ചൈനയുടെ വളർച്ചയ്ക്ക്, പുരോഗമനപരമായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന പ്രഭുക്കന്മാരെ അമർച്ച ചെയ്യാൻ വേണ്ടി റഷ്യയുടെ സഹായം തേടുകയാണ് സൺ യാറ്റ്സൻ. അങ്ങനെ 1912 സൺ യാറ്റ്സൻ കുമിന്താങ് പാർട്ടി സ്ഥാപിക്കുന്നത്. 1912 സൺ യാറ്റ്സൻ സ്ഥാപിക്കുന്നതാണ് കുമിന്താങ്. ഇത് ഓർത്തിരിക്കാൻ, നട്ടുച്ചയ്ക്ക് 12 മണിക്ക് സൂര്യൻ്റെ ഭയങ്കര വെയിലേറ്റ് നമ്മളെല്ലാം കുനിഞ്ഞാണ് നിൽക്കാറ്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. 1912 കുമിന്താങ് പാർട്ടി സ്ഥാപിക്കുന്നു സൺ യാറ്റ്സൻ. പിന്നീട് ചൈനയിൽ ഉയർന്നു വരുന്ന ഒരു പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു മാവോ സേതുങ്. ഈ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. സൺ യാറ്റ്സന്റെ കാലത്ത് ഈ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നല്ല സഹകരിച്ചാണ്, അവർ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1925 സൺ യാറ്റ്സൻ മരിക്കുന്നു. അതിനുശേഷം ചിയാങ് കൈഷക് എന്ന് പറയുന്ന ആൾ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ആദ്യം സൺ യാറ്റ്സൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം വന്നയാൾ യുവാൻ ഷിക്കായിയാണ്. ഇപ്പോൾ വരുന്ന, ഇദ്ദേഹം മരിച്ച ശേഷം, സൺ യാറ്റ്സൻ മരിച്ചതിന് ശേഷം വരുന്നയാളാണ് ചിയാങ് കൈഷക്. ആദ്യം യുവ ആയിട്ടുള്ള ആളായിരുന്നു വന്നത്. അയാളുടെ മരണശേഷം പിന്നെയും സൺ യാറ്റ്സൻ വരുന്നു. ഈ സൺ യാറ്റ്സൻ 1925 മരിക്കുന്നു. അതിനുശേഷം ചിയാങ് കൈഷക് അധികാരത്തിലെത്തുന്നു. അങ്ങനെ ചിയാങ് കൈഷക് അധികാരത്തിലെത്തിയപ്പോൾ ഈ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഭയങ്കര ശത്രുക്കളായി മാറുന്നു. ഈ ചിയാങ് കൈഷക് ചൈനയിൽ ഭരണം ഉറപ്പിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ തിരിയുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വന്ന സ്വാധീനം മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വേട്ടയാടുക, അഥവാ കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടുക എന്ന ഉദ്ദേശത്തോടെ ഒരു രഹസ്യ പോലീസിനെ സ്ഥാപിക്കുന്നു. അത് ചിയാങ് കൈഷക് സ്ഥാപിച്ച ഈ രഹസ്യ പോലീസാണ് ബ്ലൂ ഷർട്ട്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്ലൂ ഷർട്ട്സിന്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യം, പോലീസ് വിഭാഗം, രഹസ്യ പോലീസ് വിഭാഗം ഈ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരെ വേട്ടയാടുന്നു. അപ്പോൾ ഈ ചിയാങ് കൈഷക്കിന്റെ കുമിന്താങ് പാർട്ടിയുടെയും വേട്ടയാടൽ പ്രതിരോധിക്കുന്നതിനായിട്ട് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം രൂപം കൊടുക്കുന്നു. അതാണ് ചുവപ്പ് സേന. ചുവപ്പ് സേന, ഈ ചൈനീസ് വിപ്ലവത്തിൽ വരുന്ന ചുവപ്പ് സേനയുടെ നേതൃത്വം ആർക്കാണ്? മാവോ സേതുങ്ങിനാണ്. ഈ മാവോ സേതുങ് രൂപം നൽകിയ ചുവപ്പ് സേനയുടെ ആസ്ഥാനം കിയാങ്ഷി എന്ന സ്ഥലത്തായിരുന്നു. കിയാങ്ഷി. എന്നാൽ കുമിന്താങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചുവപ്പ് സേനയുടെ താവളം മാവോ സേതുങ് മാറ്റാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ ലക്ഷത്തോളം വരുന്ന ചുവന്ന സേനാംഗങ്ങളുമായിട്ട് ഇദ്ദേഹം യാത്ര തിരിക്കുകയാണ്. അങ്ങനെ 12,000 കിലോമീറ്റർ നീണ്ട മാർച്ച് നടത്തി യാനൻ എന്ന സ്ഥലത്ത് താവളം ഉറപ്പിക്കുന്നു.
അങ്ങനെ ചൈനീസിന്റെ ചരിത്രത്തിൽ ഇത് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. 12,000 കിലോമീറ്റർ നീണ്ട ലോങ് മാർച്ച് നടത്തിയത് മാവോ സേത്തുങ് ആണ്. മാവോ സേത്തുങ് ലോങ് മാർച്ച് ആരംഭിക്കുന്നത് 1934 ഒക്ടോബർ 16-നാണ് ആരംഭിക്കുന്നത്. 1934 ഒക്ടോബർ 16-നാണ് ലോങ് മാർച്ച് ആരംഭിക്കുന്നത്. ഇത് 1935 ഒക്ടോബർ 16-നല്ല, ഒക്ടോബർ 22-ന് അവസാനിക്കുന്നു. 1935 ഒക്ടോബർ 22-ന് ലോങ് മാർച്ച് അവസാനിക്കുന്നു. മാവോ സേത്തുങ്. ഇനി 1949 ഒക്ടോബർ 1-ന് കുമിന്താങ്ങുകളുടെയും ചിയാങ് കൈഷക്കിനെയും പരാജയപ്പെടുത്തി മാവോയുടെ ചുവപ്പ് സേന ചൈനീസ് ജനകീയ റിപ്പബ്ലിക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ചുവപ്പ് സേന എന്ന് പറയുന്നത് മാവോ സേത്തുങ് ആണ്. അപ്പോൾ കുമിന്താങ് പാർട്ടി ഉണ്ടായിരുന്നു. ആ കുമിന്താങ് പാർട്ടി സന്യാസൻ തുടങ്ങി വെച്ചെങ്കിലും അത് പിന്നീട് ചിയാങ് കൈഷക്ക് വന്നതോടുകൂടി അത് കുളവാക്കി. പിന്നെ ഒരു ചുവപ്പ് സേനേനെയൊക്കെ വെക്കുന്നു, ബ്ലൂ ഷർട്ട്സിനെയൊക്കെ വെക്കുന്നു, ഒരു സൈന്യത്തിനെ. അപ്പം ആ കുമിന്താങ് പാർട്ടീനെയും ചിയാങ് കൈഷക്കിനെയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ട് മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന ചൈനയിൽ അധികാരത്തിൽ വരികയാണ്. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് എന്ന പേരിലാണ് വരുന്നത്. ഇതാണ് 1949-ലെ രണ്ടാമത്തെ വിപ്ലവം, റിപ്പബ്ലിക്കൻ വിപ്ലവം. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് ഔദ്യോഗികമായത് 1949 ഒക്ടോബർ 1-നാണ്. ഇനി അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേത്തുങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറയുന്നത് മാവോ സേത്തുങ് ആണ്. അതുപോലെ 100 ചിന്തകൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ, ഇതും മാവോ സേത്തുങ്ങിന്റെ വാക്കുകളാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും ചൈനീസ് വിപ്ലവത്തിൽ പഠിക്കാനുള്ളത്. ചൈനീസ് വിപ്ലവം 20-ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. അത് 1911-ലും 1949-ലുമായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാന ടേംസ്: 1 മഞ്ജു രാജാക്കന്മാർ, സന്യാസൻ, യുവാൻ ഷിക്കായി മരിക്കുന്നു, പിന്നെ വീണ്ടും സന്യാസൻ വരുന്നു, ചിയാങ് കൈഷക്ക് പിന്നെ വരുന്നു, പിന്നെ മാവോ സേത്തുങ്. അതുപോലെ തന്നെ കറുപ്പ് യുദ്ധം, ബോക്സർ കലാപം 1900-ൽ, 1911-ന് സന്യാസിന്റെ റിപ്പബ്ലിക്കൻ വിപ്ലവം, 1949-ല് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, 34 മുതൽ 35 വരെ ലോങ് മാർച്ച്, ഒക്ടോബർ 16 മുതൽ ഒക്ടോബർ 22 വരെ. അടുത്ത വർഷം 1935 ഒക്ടോബർ 22 വരെ ലോങ് മാർച്ച് മാവോ സേത്തുങ്ങിന്റെ. ഇനി തുറന്ന വാതിൽ നയം അമേരിക്ക. അതുപോലെ കുമിന്താങ് പാർട്ടി എന്ന ഫോം ചെയ്യുന്ന 1912-ൽ നട്ടുച്ച വെയിലത്ത് കുനിഞ്ഞു നടക്കുന്ന എന്ത് കാരണം? സണ്ണ് കാരണം. അപ്പൊ സന്യാസിന്റെ കുമിങ് പാർട്ടി. ബ്ലൂ ഷർട്ട്സ് ആരുടെയാണ്? ചിയാങ് കൈഷക്കിന്റെ ബ്ലൂ ഷർട്ട്സ്. ചുവപ്പ് സേന മാവോ സേത്തുങ്ങിന്റെ. പിന്നെ കിയാൻഷി യാനൻ സ്ഥലം, ആദ്യത്തെ താവളമായിരുന്നത് കിയാൻഷി ആയിരുന്നു. അവിടുന്ന് യാനനിലേക്ക് പോകുന്നു. ഇത്രയാണ് ചൈനീസ് വിപ്ലവത്തിലുള്ളത്. അടുത്ത കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക് എടുത്തിരിക്കുന്നത് പത്മ അവാർഡ്സ് ആണ്. 2025-ലെ പത്മ അവാർഡ്സ് നോക്കാം. ഇനി 2025-ൽ നോക്കുന്നതിന് മുമ്പ് 2024-ലെ പത്മ അവാർഡ്സിൽ പത്മവിഭൂഷൺ കിട്ടിയത് 5 പേർക്കാണ്. അതിൽ ഓർത്തിരിക്കേണ്ടത് പൊതുകാര്യത്തിലുണ്ടായിരുന്ന വെങ്കയ്യ നായിഡു, പിന്നെ പത്മ സുബ്രഹ്മണ്യം, കലയുമായി ബന്ധപ്പെട്ട പത്മ സുബ്രഹ്മണ്യം, ഇവർക്ക് പത്മവിഭൂഷൺ കിട്ടിയിരുന്നു 2024-ൽ. അതുപോലെ തന്നെ 2024-ല് പത്മഭൂഷൺ കിട്ടിയതാണ് ഫാത്തിമ ബീവി, റിംപോച്ചെ ഒക്കെയുള്ള 17 പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ നടൻ വിജയകാന്ത്, അവർക്കും പത്മഭൂഷണാണ് കിട്ടിയത്. മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ കിട്ടി. ഇതൊക്കെ 2024-ലാണ്. ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സത്യബ്രത, ഒ രാജ്ഗോപാൽ, റിംപോച്ചെ, വിജയകാന്ത്, ഇവർക്ക് ഇങ്ങനെ 17 പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയത്. ഇനി പത്മശ്രീ കിട്ടിയത് ചിത്രൻ നമ്പൂതിരിപ്പാടിന് സാഹിത്യത്തിന് പത്മശ്രീ കിട്ടിയിരുന്നു 2024-ല്. അതുപോലെ തന്നെ സത്യനാരായണ ബലേരി കൃഷിക്ക് പത്മശ്രീ കിട്ടിയിരുന്നു 2024-ല്. ഇനി 2025-ലേക്ക് വരുമ്പോൾ പത്മവിഭൂഷൺ കിട്ടിയതിൽ പ്രധാനമായിട്ട് 7 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയതിൽ. അതിൽ ഓർത്തിരിക്കേണ്ടത് ഒന്ന് MT ആണ്, പിന്നെ ഒസാമു സുസുക്കിയാണ്, പിന്നെ ശാരദ സിൻഹ. ഈ 3 പേരെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പത്മഭൂഷൺ കിട്ടിയതിൽ ജോസ് ചാക്കോ പെരിയപുരം, മനോഹർ ജോഷി, PR ശ്രീജേഷ്,
പങ്കജ് ഉദാസ്, ഇവരെയും ഓർത്തിരിക്കണം. പത്മഭൂഷൺ കിട്ടിയത്. പത്മശ്രീ കിട്ടിയതിൽ IM വിജയനെ K ഓമനക്കുട്ടീനെയുമാണ് ഓർത്തിരിക്കേണ്ടത്. 2025 ഓർത്തിരിക്കേണ്ടത്. ഇനി പത്മവിഭൂഷൺ കിട്ടിയത് 7 പേർക്കാണ് 2025. ഈ പത്മവിഭൂഷൺ എന്ന് പറയുന്ന അസാധാരണ വിശിഷ്ട സേവനത്തിനാണ് കിട്ടുന്നത്. അസാധാരണമായിട്ടുള്ള വിശിഷ്ട സേവനത്തിനാണ് പത്മവിഭൂഷൺ കിട്ടുന്നത്. ഉയർന്ന വിശിഷ്ട സേവനത്തിനാണ് പത്മഭൂഷൺ, വിശിഷ്ട സേവനത്തിന് പത്മശ്രീ. അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ അസാധാരണ വിശിഷ്ട സേവനത്തിനായ പത്മവിഭൂഷൺ കിട്ടിയ 7 പേരാണിത്. MT വാസുദേവൻ നായർ, ജഗദീഷ് സിംഗ്, ശാരദ സിൻഹ, ഒസാമ സുസുക്കി, നാഗേശ്വർ റെഡ്ഡി, സുബ്രഹ്മണ്യം, കുമുദിനി ലാക്കിയ. ഇനി 2025 പത്മഭൂഷൺ കിട്ടിയത് 19 പേർക്കാണ്. അതിൽ ഓർത്തിരിക്കേണ്ടത് ഒന്ന് ജോസ് ചാക്കോ പെരിയപുരം, പിന്നെ PR ശ്രീജേഷ്, പിന്നെ മനോഹർ ജോഷി, പിന്നെ പങ്കജ് ഉദാസ്. ഇത്രയും പേരെയാണ് ഓർത്തിരിക്കേണ്ടത്. ഈ 19 പേരെയും ഓർത്തിരുന്നാൽ നല്ലത്. അടുത്തത് 113 പേർക്കാണ് 2025 പത്മശ്രീ കിട്ടിയത്. അതിൽ IM വിജയൻ, K ഓമനക്കുട്ടി, ഇത്രയും പേരെ അറിയാം. ഹർവീന്ദർ സിംഗ് മുകളിലായി കിട്ടും. ഈ ഹർവീന്ദർ സിംഗ് എന്ന് പറയുന്നത് പാരാലിമ്പിക് ആർച്ചറാണ്. അതുപോലെ തന്നെ R അശ്വിൻ ക്രിക്കറ്ററാണ്. പിന്നെ സത്യപാൽ സിൻഹ പാരാലിമ്പിക് കോച്ചാണ്. ഇത്രയും പേരെ ഓർത്തിരിക്കണം. IM വിജയൻ, ഓമനക്കുട്ടി, ഹർവീന്ദർ സിംഗ്, അശ്വിൻ, R അശ്വിൻ, സത്യപാൽ സിംഗ്. 113 പേർക്കാണ് പത്മശ്രീ കിട്ടിയത് 2025. കറണ്ട് അഫേഴ്സും JKൻ്റെയും കഴിഞ്ഞു. മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ ഇതുവരെ നമ്മൾ 10 ക്ലാസ് ആയിരുന്നു കണ്ടിരുന്നത്. അതിൻ്റെ റിവിഷൻ പോലെ ഒരു റിവിഷനായിരുന്നു 1 മുതൽ 10 വരെയുള്ള ക്ലാസ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ റൂൾ 11, ഫോറിൻ വേർഡ്സ് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പ്രസൻറ്റേഷൻ ഫോമിൽ ഇടുന്നതായിരിക്കും. പിന്നെ മാത്സിൻ്റെ ആവറേജിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോസ് മുടങ്ങാതെ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.